ചാർലി ചാപ്ലിൻ്റെ പേരിൽ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ചാപ്ലിൻ ഒരു ദിവസം ഒരു തമാശ പറഞ്ഞു. ആ തമാശനെ വീണ്ടും വീണ്ടും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇറിറ്റേറ്റഡായി. ഇപ്പോൾ ചാപ്ലിൻ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞാണ്, പക്ഷെ അത് വീണ്ടും വീണ്ടും കേട്ടപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചു, നിങ്ങൾ ഇറിറ്റേറ്റഡായി. അങ്ങനെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് പിന്നെ ഒരു ട്രാജഡി തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഒരു സങ്കടം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്? അത് ഈ കോമഡിയേക്കാൾ ബോറല്ലേ? ഇത് ഗോസ്പലിൽ നമ്മൾ കടൽ തീരത്തെ ഒരു കനല കാണുന്നത്. ഈ കനൽ കൂട്ടിയിരിക്കുന്നത് ക്രിസ്തുവാണ്. അതിന് മുന്നിൽ വീണുപോയ കുറച്ച് ശിഷ്യന്മാരുണ്ട്. പ്രധാനപ്പെട്ടത് പത്രോസാണ്. പത്രോസിനെ ക്രിസ്തു വീണ്ടെടുത്ത ഇടമാണ് ഈ കനൽ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 3 തവണയാണ് പത്രോസ് ഏറ്റു പറയുന്നത്. കടലിൻ്റെ പ്രത്യേകത എന്താ? കടലിലേക്ക് എന്തിട്ടാലും അത് തിരിച്ചുകൊണ്ടെന്ന് വരും. അപ്പോൾ അത് വീണ്ടെടുപ്പിൻ്റെ ഇടമാണ്. വീണ്ടെടുപ്പിൻ്റെ തീരത്താണ് ക്രിസ്തു പത്രോസിന് വേണ്ടി കനൽ കൂട്ടിയത്. പത്രോസ് ആ കനലിൻ്റെ ചൂടത്താണ് ഇരിക്കുന്നത്. ഇതേ പത്രോസ് തന്നെ വേറൊരു കനലിൻ്റെ ചൂടത്തിരുന്ന ആളാണ്. അത് കോടതി വളപ്പിലെ കനലാണ്. കോടതി വളപ്പെന്ന് പറഞ്ഞാൽ വിധിയുടെ ഇടമാണ്, വീണവരുടെ ഇടമാണ്, വീഴ്ചയുടെ ഇടമാണ്. അവിടെ ഒരു പരിചാരക പെണ്ണിൻ്റെ മുന്നിൽ പത്രോസ് 3 തവണ വീണുപോയി. എനിക്ക് ക്രിസ്തുവിനെ അറിയില്ലെന്ന് തള്ളിപ്പറഞ്ഞു. അപ്പോൾ വീണയിടത്ത് കനൽ കൂട്ടിയൊരു മനുഷ്യൻ പിന്നീട് വീണ്ടെടുപ്പിൻ്റെ അടുത്ത് കനൽ കൂട്ടാണ്, തിരിച്ചു വരാണ്. ചോദ്യം ഇതാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയാണ് കനൽ കൂട്ടിയിട്ടുള്ളത്? അത് വീണ്ടെടുത്താണോ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ തീരത്താണോ?